സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനോസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബ്രീഡർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിൽ കുറേ നേരം AKFും കാര്യങ്ങളൊന്നും കുറേ അയണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് നിന്നപ്പോൾ നമ്മളെന്താ AKFും കാര്യങ്ങളൊക്കെ നിന്നപ്പോൾ നമ്മൾ വെറുതെ ഒരു മൈനിങ്ങിന് പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൈനിങ്ങിന് പോയപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 18 ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ആ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ആക്സും പിക്കേപ്സും നമ്മുടെ കയ്യിലിരിക്കണേ. അപ്പോൾ ഇതാണ് നമ്മൾ മൈനിങ് ചെയ്ത സ്ഥലം. അപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു മൈനിങ് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇനിയും കുറേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും ഗൈസ്. അത്യാവശ്യം നല്ല വലിയൊരു ഡയമണ്ട് മൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കുറേ ദൂരം ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പോയി കാണിച്ചു തരാം. ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മൾ വെറുതെ AKFും കാര്യങ്ങളും നിന്നപ്പോൾ കിട്ടിയാണ്. ഇവിടെ ആവശ്യത്തിന് അയണും ഉണ്ട് ഗൈസ്. വെറുതെ അയൺ ഫാം ഉണ്ടാക്കിയെന്ന് തോന്നിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. അയൺ ഫാം നമുക്ക് ഇതാണെങ്കിൽ പണിയെടുക്കണ്ടല്ലോ. അയൺ ഫാമിന് ഇത് നമ്മൾ ആ മൈൻ ചെയ്യുമ്പോൾ പണിയെടുക്കണ്ട. അപ്പം ഏകദേശം ഇത് തന്നെയാണ് നല്ലത്. അതേപോലെ ഇവിടെയൊക്കെ ആവശ്യത്തിന് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയണും അതേപോലെ നമ്മളിവിടെയൊക്കെ ഫുള്ള് ടോർച്ച് വെച്ചിട്ടുണ്ട് സോംബീൻസ് കാര്യങ്ങളൊന്നും പോണാൻ വേണ്ടിയിരിക്കാൻ. അത്യാവശ്യം വലിയൊരു മൈനിങ് ഏരിയ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ഇവിടെ റെഡ് സ്റ്റോണും അതേപോലെ ലാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ മൈൻ ചെയ്ത് എടുത്തേക്കാം. അപ്പം ഇന്ന് എന്ത് ചെയ്യും നമുക്കൊരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വെറുതെ ഒരു കൗ ക്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് മേലെ പോയതിന് ശേഷം കാണാം. അപ്പോൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ മേലെയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൗ ക്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് അതേപോലെ നമ്മുടെ അയൺ ഫാം നമുക്ക് പോയി കാണിച്ചു തരാം ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം AKFും കാര്യങ്ങളൊക്കെ നിന്നിട്ട് എത്ര അയണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് പോയി കാണിച്ചു തരാം. എന്തായാലും ഇവിടെ നമ്മൾ ഓൾറെഡി ക്ലിയർ ആക്കിയായിരുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങാം. നമുക്ക് വേഗം പോയി കാണിച്ചു തരാം ഗൈസ്. അത്യാവശ്യം നല്ല കുറേ സ്റ്റാക്കുകളായിരുന്നു. നമ്മൾ കുറേ നേരം AKFും കാര്യങ്ങളൊക്കെ നിന്നു. ആ ടൈമിൽ പോയി ചെയ്താണ് നമ്മുടെ ഇത് ഗൈസ്. അത്യാവശ്യം കുറേ അയണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അയൺ ഫാം അത്യാവശ്യം നല്ല പക്കായിട്ട് ഇപ്പോഴും വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴേലും വർക്ക് ആവാണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഇനി വേഗം പോയി നമ്മുടെ നമുക്ക് വേഗം പോയി നമ്മുടെ ബാക്കി പരിപാടി നോക്കാം ഗൈസ്. ഉണ്ടല്ലേ, അയൺ ഫാമും കാര്യങ്ങളൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ലയങ്കോളൊക്കെ എപ്പോഴും വീഴുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ AKF എന്നാൽ ഇതിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും വേഗം പോയിട്ട് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നമ്മളെ ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്തായാലും നമുക്ക് നേരെ ഇനി ക്രഷർ ഫാമും കാര്യങ്ങളുടെ പരിപാടിക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം 14 ഡയമണ്ട് അതേപോലെ ബാക്കി 14 ഡയമണ്ടേ ഉള്ളൂ. അതേപോലെ 4 ഗോൾഡും ലാപ്പീസും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അയണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നമുക്ക് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് അയണിൻ്റെ കാര്യത്തിൽ നമുക്കില്ല ഒരു പേടി മേടിക്കണ്ട. ഇനി നമുക്ക് എന്തായാലും പോയി നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. നമ്മുടെ ക്രഷർ ഫാം ഉണ്ടാകുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ എന്തായാലും നമ്മുടെ ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ബ്ലോക്ക് കുഴി ഉള്ളിലേക്കും അതേപോലെ നമുക്കിനി നമ്മുടെ സൈഡിലേക്ക് ഒരു 2 ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും ബാക്കി സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ എന്തായാലും ആ സാധനങ്ങളൊക്കെ പോയി വേഗം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ കൗ ക്രഷർ കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതേപോലെ ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് പശുവിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതുപോലെ ഈ ഒരു ഏരിയ തന്നെയാണ്. അല്ല നമുക്ക് ചുറ്റും അതേപോലെ കെട്ടി കൊടുക്കണം ഗൈസ്. കാരണം നമ്മൾ പശുവിനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് വീട്ടിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും ഗൈസ്. എന്തായാലും ഇനി നമുക്ക് വേഗം പോയി പശുവിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, നമ്മൾ പശുവിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ ലീഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പശുവിനെയും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് വരണം. ഇവിടെ ഒന്നും പശുവിനെയും കാര്യങ്ങളൊന്നും കാണാനും അതായത് സാപ്പിട്ട ഒരു പശുവിനെ അതാ മേലെയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2 പശുവിനെയും കാര്യങ്ങളൊക്കെ വേഗം കൊണ്ടുപോയിട്ട് കെട്ടി കൊണ്ടുവരാം. അങ്ങനെ ഒന്നിനെ കിട്ടി. അതായത് നമ്മുടെ അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല ബീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ ഗൈസ്, നമുക്ക് ബീ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മൾ മറന്നുപോയി ഇരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് അതും കൂടെ ഈ അടുത്ത എപ്പോഴേലും ഉണ്ടാക്കാൻ നോക്കാം. അതുപോലെ നമ്മുടെ അമ്മണിക്കുട്ടീനെ 2 എണ്ണം ഉണ്ട്. 2 അമ്മണിക്കുട്ടീനെ മേം പോയി പിടിച്ചിട്ട് തരാം. ഈ അമ്മണിക്കുട്ടിയാണെങ്കിൽ വരുന്നുണ്ടല്ലോ.
അമ്മണിക്കുട്ടി കയറുന്നുമില്ല. കയറി അങ്ങനെ ആ അമ്മണിക്കുട്ടീനോട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മണിക്കുട്ടീൻ്റെ ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകും. എന്തായാലും നമുക്ക് നൈറ്റും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അമ്മണിക്കുട്ടീനെ എവിടെയും കൊണ്ടേ കെട്ടിയെടുത്തിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങണം. എന്തായാലും നമുക്ക് കിടന്നുറങ്ങി രാവിലെ അതിന് ശേഷം കാണാം. 3 hours later. അപ്പോൾ ആവശ്യം അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ. അമ്മണിക്കുട്ടീനെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ വേഗം കൊണ്ടുപോവാം. അമ്മണിക്കുട്ടി വാ. അമ്മണിക്കുട്ടീനെയൊക്കെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് കുറേ ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്. എന്താ ലെതറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം നമുക്ക് ബുക്ക് ഉണ്ടാക്കണം. അതേപോലെ നമ്മുടെ ട്രേഡ് ഹാള് ഉണ്ടാക്കണം. ട്രേഡ് ഹാൾ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് അമ്മണിക്കുട്ടി വരുന്നില്ല കേട്ടോ. അമ്മണിക്കുട്ടി കയർ പൊട്ടിച്ചോണ്ടിരിക്കുക. അമ്മണിക്കുട്ടീനെ ഇപ്പം മിക്കാറും അമ്മണിക്കുട്ടി മേടിക്കൊന്നുമില്ല. ഞാൻ എല്ലാത്തിനും പിടിച്ചപ്പോൾ തീരുമാനമാക്കി കളയും. അല്ല വേണ്ട ഗൈസ്, നമുക്ക് പോയിട്ട് നമ്മുടെ വീറ്റും കാര്യങ്ങളും എടുത്തിട്ട് വരാം. അതാണ് അമ്മണിക്കുട്ടി ഫുഡ് എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി വരും. അപ്പം എന്തായാലും നമുക്ക് പോയി വീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ നേരം AKF നിന്നപ്പോൾ അതേപോലെ മൈനിങ്ങും അതേപോലെ നമ്മൾ കുറേ വീറ്റും സീഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അപ്പോൾ നമ്മൾ അതിനൊരു 5 വീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 5 വീറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ അമ്മണിക്കശുവിനൊക്കെ കൊടുത്തിട്ട് കാണിച്ചുകൊണ്ട് നമ്മുടെ ക്രഷർ ഫാമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അമ്മണിക്കുട്ടി ഫാമും നമ്മളങ്ങനെ റെഡിയാക്കി. അപ്പോൾ നമുക്ക് ഇനി ഒരു ഷീപ്പിൻ്റെ ഫാമും കൂടെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിക്കുക ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ ഇടാം. അയ്യോ ഗൈസ്, നമ്മൾ ക്രഷർ ഫാമിൻ്റെ ബാക്കി പണിയും കാര്യങ്ങളൊന്നും തീർത്തില്ല. അതിന് മുമ്പ് അമ്മണിക്കുട്ടീനെ കൊണ്ടുവന്നു. ഇനി എന്തായാലും ബാക്കി സാധനങ്ങളൊക്കെ വേഗം പോയി എടുത്തിട്ട് വരാം. അത് നടപടിയുള്ളൂ. ഇനി എന്തായാലും നമുക്ക് വേഗം പോയി ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പശുവും കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകാലെ വരുന്നുണ്ട്. വരട്ടെ. എന്തായാലും നമ്മൾ വേഗം പണി തീർക്കണം. ഇനി എന്തായാലും നമുക്ക് വേഗം നമ്മുടെ ബാക്കി പരിപാടിയും കാര്യങ്ങളും നോക്കാം. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെസ്റ്റ്. ഗായ്സ്, നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ചെസ്റ്റ് ഉണ്ടാക്കാൻ കാര്യം മറന്നുപോയി. ഇനി എന്തായാലും വേഗം പോയി നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. എല്ലാം മറന്നു പോണ്. ഇനിയിപ്പോൾ പോയി ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചെസ്റ്റും പിന്നെ നമ്മുടെ വാട്ടറും എല്ലാം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ 2 ചെസ്റ്റും അതേപോലെ ഒരു ഹോപ്പറൊക്കെയാണ് ഉണ്ടാക്കിയേക്കണം. എന്തായാലും നമുക്കൊരു ചെസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ ഈ ബ്ലോക്ക് നമ്മുടെ പൊട്ടിച്ചിട്ട് അപ്പുറത്തോട്ട് നമ്മുടെ ഹോപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ വീഡിയോ എന്നെല്ലാം വെച്ചൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 15 സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേഗം നമ്മുടെ ഇതും കൂടെ അങ്ങ് വേഗം അടച്ചു കൊടുക്കുക. ഇത് അടച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടെ അടച്ചിട്ട് നമ്മുടെ ബക്കറ്റ് ഓഫ് വാട്ടറും കാര്യങ്ങളും. അതിന് മുമ്പ് നമുക്ക് സ്ലാബും കാര്യങ്ങളും ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തേക്കാം. അങ്ങനെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് വേഗം നമുക്ക് സ്ലാബും കാര്യങ്ങളിട്ട് കൊടുക്കണം. ഇല്ല നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് വരും ഗൈസ് ചെസ്റ്റിൻ്റെ അതിൽ. അപ്പോൾ എന്തായാലും നമ്മൾ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഈ ചെസ്റ്റിൻ്റെ തൊട്ട് മേലെ നമ്മുടെ സ്ലാബും കാര്യങ്ങളും വെച്ച് കൊടുക്കാം. ഈ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ തുറക്കാൻ തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അമ്മിക്കുട്ടീനെ പിടിക്കാൻ പോകണം ഗൈസ്. അതിന് നമുക്ക് ഉറങ്ങിയാലോ. വീട് വരെ പോകണ്ട ഗൈസ്. നമ്മുടെ അയൺ ഫാമിൻ്റെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ ബെഡും കാര്യങ്ങളും പൊട്ടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ക്രഷർ ഫാമിൻ്റെ അവിടെ കിടന്നങ്ങ് ഉറങ്ങാം. അതേപോലെ നമ്മുടെ ട്രേഡ് ഹാളും കാര്യങ്ങളൊക്കെ തുടങ്ങണം ഗൈസ്. അതുപോലെ നെതറിൽ പോകണം. അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വേഗം പോയി നമ്മുടെ ക്രഷർ ഫാമിൻ്റെ അവിടെ ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങാം. ബെഡ് ഇട്ടു. എന്തായാലും നമുക്ക് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേഗം കിടന്നുറങ്ങാം. ഇനി നമുക്ക് രാവിലെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മണിക്കുട്ടീനെ പിടിക്കാൻ പോകാം ഗൈസ്. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അമ്മണിക്കുട്ടിയൊക്കെ ജീവനോടെ ഓടിപ്പോയി. വെറുതെ ഓടിപ്പിക്കണ്ടായിരുന്നു, അങ്ങനത്തെ കൊന്നാൽ മതിയായിരുന്നു. അല്ലോട്ടെ. ഇനി എന്തായാലും നമുക്ക് അടുത്ത അമ്മണിക്കുട്ടി അറിയുമ്പോഴത്തേക്ക് അതാ സോംബി ഭയങ്കര. ഇപ്പോൾ ടോർച്ച് വെച്ചാണല്ലോ, പിന്നെ ഇങ്ങനെ സോംബി വന്നു. ഇപ്പോൾ ചത്തേനെ വാങ്ങാം. ഒരമ്മണിക്കുട്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. വാ അമ്മണിക്കുട്ടി വാ. നമുക്ക് എന്തായാലും ഇനി ഈ കുഴിയിലാണ് നിൻ്റെ ജീവിതം. നമുക്ക് കുറേ ആയുസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇച്ചിരി ആയുസ് അത് ഈ കുഴിയിൽ തന്നെ കടന്ന് ഇതായിരിക്കും.
എന്തായാലും അമ്മണിക്കുട്ടി വീഴ് അതന്നെ. നമുക്ക് അടുത്ത അമ്മണിക്കുട്ടീൻ്റെയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പോകണം. എവിടെ അമ്മണിക്കുട്ടീനെ ഒന്നും കാണാമല്ലോ. എവിടെ നിൻ്റെ ഒരമ്മണിക്കുട്ടി ഉണ്ടെന്ന് പോലുമില്ല. കോഴിക്കോട്ടനെ കണ്ടു അമ്മണിക്കുട്ടീനെ. അതാ നിൽക്കുന്നു വേറൊരു അമ്മണിക്കുട്ടി. വേമ്പാ അമ്മണിക്കുട്ടി, ഓടിവാ. അങ്ങനെ നമ്മുടെ അടുത്ത അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കിനി വേഗം ക്രഷർ ഫാമിലാണ്. നിങ്ങൾക്ക് ഞാൻ 4 ബ്ലോക്കിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ജീവിതം. വേമ്പാ എവിടെ അവിടെ ഒളിച്ചിരിക്കുക. വേഗം ഓടിവാ. ഇനി വേഗം അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് പൊക്കത്തേക്കല്ല, കുഴിയിലേക്ക്. ഇത് എന്തൊരിതത്. അവിടെ ഞങ്ങൾക്ക് മെല്ലെ നമ്മുടെ അമ്മണിക്കുട്ടീനെ വരല തള്ളിയിട്. അമ്മണിക്കുട്ടിയെ കുഴിപ്പോ. അമ്മണിക്കുട്ടി എന്താണ് അമ്മണിക്കുട്ടി? പോ വീഴ്. വീണ്. അമ്മണിക്കുട്ടീനെ 2 ഇട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേറെ അമ്മണിക്കുട്ടീൻ്റെയും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ എന്തായിരുന്നു ഫെൻസും കാര്യങ്ങളും വെച്ച് കൊടുക്കാം. ഞങ്ങാനും അഥവാ ചാടിപ്പോകാണ്ടിരിക്കാൻ ഇവിടെ ഒരു ഫെൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ചുറ്റുമുള്ള ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചാൽ കൊടുത്തേക്കാം. അമ്മണിക്കുട്ടി നീ ഞാൻ 4 ബ്ലോക്കിൻ്റെ ഉള്ളിൽ ചെയ്യും. വേഗം വീട്ടിൽ നിന്നിട്ട് കുട്ടികളെ ഉണ്ടായിക്കോ. എന്നിട്ട് ഒരു 24 ഡേയ്സ് അത് പറഞ്ഞേ വന്നു. 24 പശു ആകുമ്പോഴാണ് നമ്മുടെ ഇത് വർക്കാവുക ഗൈസ്. അപ്പോൾ 24 കൂടുതലാകുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ചാവാൻ തുടങ്ങും. അതുപോലെ നമുക്ക് ലെതറും വീറ്റും കുറേ കിട്ടും. ലെതറും വീറ്റും പോട്ടെ, ലെതറും ഫുഡും കിട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും ഇതെന്താ മറ്റേ അമ്മണിക്കുട്ടി എവിടെ? ഈ 2 അമ്മണിക്കുട്ടീൻ്റെ തല ഒരേ സ്ഥലത്ത്. എവിടെ അമ്മണിക്കുട്ടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. കൊടുത്ത്. ഇനി വേഗം കുട്ടി ഉണ്ടായിക്കോ. അങ്ങനെ വേഗം ഇതായിക്കാം. നമുക്ക് ഇനി ഡെയിലി ഇതിങ്ങനെ കൊടുത്ത് നമ്മുടെ അമ്മണിക്കുട്ടീനെയും കാര്യങ്ങളൊക്കെ കുറേ ആക്കിയിട്ട് വേണം നമ്മുടെ ഇത് റെഡിയാക്കാൻ. അതുപോലെ നമുക്ക് ബുക്ക് ഉണ്ടാക്കണം. അതുപോലെ നമുക്ക് ഷീപ്പിനും കൂടെ ഉണ്ടാക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഷീപ്പിൻ്റെയും കൂടെ അതിന് സെറ്റാക്കിയതിന് ശേഷം കാണാം. 2000 years later. അപ്പോൾ ഗൈസ് നമ്മൾ ആടുകൂട്ടനുള്ള ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആടുകൂട്ടനെ പിടിക്കാൻ പോകണം. അതാ ഒരു ആടുകൂട്ടൻ നിൽക്കണം. നമ്മുടെ വീട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇനി വേഗം പോയി നമ്മുടെ ആടുകൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വരാം. ബാ ഓടിയോ. അതന്നെ നിനക്കും ഇനി നമ്മുടെ അമ്മണിക്കുട്ടീനെ പോലെ എന്താ 4 ചുമരിൻ്റെ ഉള്ളിൽ അങ്ങ് വീണോ. പിന്നെ അങ്ങോട്ട് ഒരു കുറേ കഴിയുമ്പോൾ നമ്മളെ കൃഷി ചെയ്ത് നമുക്ക് വൂളും അതുപോലെ നമുക്ക് ഫുഡും തരും. ഇനി വേഗം അതിൻ്റെ ഉള്ളിൽ ചാടിക്കോ. ചാട് വേഗം ചാട് അങ്ങോട്ട് ചാടാടൂട്ടാ. എന്താണ് ഇത്ര മടി? വീഴ്. നമ്മൾ വെള്ളം എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം വേഗം കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ കുറച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലാബ് വെച്ച് കൊടുക്കണം. വെറുതെ അല്ല, ഞാനും വിചാരിച്ചെന്താ വീട്ടിൽ എടുക്കുമ്പോൾ നമ്മൾ ഇടാത്തേ. ഓക്കെ, അതുപോലെ നമ്മളവിടെ ഓക്കെ അങ്ങനെ നമ്മളവിടെയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് മേലെ കയറിയിട്ട് നമ്മുടെ ആടൂട്ടനെ പിടിക്കാൻ പോവാം. ആടൂട്ടാ അത് അവിടെ തന്നെ ഉണ്ടല്ലോ ഒരെണ്ണം. വാ ഓടിയോ കുഴി കയറി. വേഗം കയറിക്കോ. നേരെ പൊക്കോ കുഴി വീഴ്. അതന്നെ. ഇനി നമുക്ക് വേറെയും കുറേ ആടിനെ കിട്ടേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ കുറേ ആടിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആടൂട്ടനൊക്കെ എല്ലാം അങ്ങോട്ട് ചാടിക്കോ. വേഗം ചാട്. 2 ചാടി. ഇനി ഒന്നുകൂടെ നീ കൂടെ ചാടിക്കോ. ചാടാൻ പറയുമ്പോൾ എൻ്റെ കൂടെ വരണം. അങ്ങോട്ട് ചാടി വേഗം പോ. ഇതെന്ത് സൈഡിലേക്ക് വേണം? അങ്ങോട്ട് പോടാ. വീഴ്. ഓക്കെ. ഞാൻ ആടൂട്ടനെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിനെ കൂടെ പിടിച്ചിട്ട് അങ്ങോട്ട് വാ. ഓടിയോ. അപ്പോൾ ആടൂട്ടം കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ ആടൂട്ടനെ ആയിരിക്കും ആദ്യം നമ്മുടെ ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ റെഡി ആവാൻ പോകണേ. ഇതിപ്പോൾ ചാടി പുറത്തേക്ക് വരുമോ? വേഗം നമുക്ക് ഫെൻസും കാര്യങ്ങളും വെച്ച് കൊടുക്കണം. വേഗം ചാടി പോ. അത് തന്നെ, നമുക്ക് വേഗം ഫെൻസും കാര്യങ്ങളും വെച്ച് കൊടുക്കാം. മിക്കവാറും ഇതിപ്പോൾ പുറത്തേക്കാണ്. ഫെൻസ് വെക്കാൻ പോലും പറ്റണുള്ളത് നമ്മൾ ചാടുന്നുണ്ട്. വെക്ക് വെച്ച്. അപ്പോൾ അങ്ങനെ ഫെൻസും വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേഗം പൊട്ടിച്ചിട്ട് രാവിലെ ആക്കിയതിന് ശേഷം അങ്ങോട്ട് കാണാം ഗൈസ്. പൈസ അങ്ങനെ നമ്മൾ നമ്മുടെ 2 ക്രഷർ ഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡും കാണാത്തവരെല്ലാവരും പോയി നമ്മുടെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് അയൺ ഫാം, അതിന് മുമ്പത്തെ എപ്പിസോഡ് എന്തോ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ എപ്പിസോഡും പോയി കാണുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മറ്റൊരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.